DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026-ൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയായി തിരികെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ സുരക്ഷിതത്വമുള്ള ഒരു പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ദീർഘകാലത്തേക്ക് സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര അഥവാ KVP. നിക്ഷേപ കാലയളവിൽ നിക്ഷേപം ഇരട്ടിയാക്കുക എന്നതാണ് കിസാൻ വികാസ് പത്രയുടെ ലക്ഷ്യം. പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിക്ഷേപ പദ്ധതിയാണിത്. നിക്ഷേപിക്കുന്ന തുക നിശ്ചിത കാലയളവിനുള്ളിൽ ഇരട്ടിയായി തിരികെ ലഭിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും പദ്ധതിയിൽ ചേരാം. ഒരാൾക്ക് സ്വന്തം പേരിലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ടായോ സ്കീമിൽ നിക്ഷേപിക്കാം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ അവരുടെ രക്ഷിതാക്കൾക്കും നിക്ഷേപം നടത്താം. എന്നാൽ പ്രവാസികൾക്ക് കിസാൻ വികാസ് പത്രയിൽ ചേരുവാൻ സാധിക്കില്ല. ഏറ്റവും കുറഞ്ഞത് 1000 രൂപ മുതൽ പദ്ധതിയിൽ നിക്ഷേപിക്കാം. പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. കിസാൻ വികാസ് പത്രയിൽ പരമാവധി നിക്ഷേപിക്കാവുന്ന തുകയ്ക്ക് പരിധിയില്ലാത്തതിനാൽ തന്നെ ഇടക്കാലത്ത് വൻതോതിൽ കള്ളപ്പണം KVP പദ്ധതിയിൽ നിക്ഷേപിക്കപ്പെടുന്ന ആരോപണമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തുന്നതിന് പാൻ കാർഡ് നമ്പർ നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. 10 ലക്ഷത്തിന് മുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളായ സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ITR കോപ്പി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകണം. ട്രസ്റ്റുകൾക്കും KVP പദ്ധതിയിൽ നിക്ഷേപിക്കാം. മാക്സിമം 3 പേർക്ക് ജോയിന്റായും പദ്ധതിയിൽ ചേരാം. രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസിലും തിരഞ്ഞെടുത്ത ബാങ്ക് ശാഖകളിലും കിസാൻ വികാസ് പത്ര തുടങ്ങാവുന്നതാണ്. പേര് കിസാൻ വികാസ് പത്ര എന്നാണെങ്കിലും കർഷകർക്ക് മാത്രമല്ല എല്ലാ പൊതുജനങ്ങൾക്കും ഒരുപോലെ പദ്ധതിയിൽ ചേരാൻ സാധിക്കും. കിസാൻ വികാസ് പത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ കാലാവധിയാണ്. സർക്കാർ നിശ്ചയിക്കുന്ന പലിശ നിരക്കനുസരിച്ച് നിക്ഷേപ തുക ഇരട്ടിയാകാനെടുക്കുന്ന മാസം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കും. നിലവിലെ നിരക്ക് പ്രകാരം ഏകദേശം 115 മാസങ്ങൾ, അതായത് 9 വർഷവും 7 മാസവും കൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയായി ലഭിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 9 വർഷവും 7 മാസവും കഴിഞ്ഞ് അത് 20 ലക്ഷമായി തിരികെ ലഭിക്കും. തുടക്കത്തിൽ KVP ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിലായിരുന്നു, എന്നാൽ നിലവിൽ പാസ്ബുക്ക് രൂപത്തിലാണ് ലഭിക്കുന്നത്. KVPക്ക് 2.5 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ട്. 2.5 വർഷത്തിന് ശേഷം നിക്ഷേപകർക്ക് KVPയിൽ നിന്നും തുക പിൻവലിക്കാം. നിക്ഷേപകന്റെ മരണം സംഭവിച്ചാലോ അല്ലെങ്കിൽ കോടതി ഉത്തരവുണ്ടെങ്കിലോ കാലാവധിക്ക് മുൻപ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരാളുടെ പേരിൽ നിന്നും മറ്റൊരാളുടെ പേരിലേക്ക് അക്കൗണ്ട് മാറ്റാനും സൗകര്യമുണ്ട്. ഏതൊരു പോസ്റ്റ് ഓഫീസ് വഴിയും ഈ പദ്ധതിയിൽ ചേരാം. തിരിച്ചറിയൽ രേഖകൾ നൽകി ലളിതമായ നടപടികളിലൂടെ നിക്ഷേപം തുടങ്ങാം. കാലാവധി കഴിയുമ്പോൾ നിക്ഷേപിച്ച പോസ്റ്റ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴിയോ കാലാവധി പൂർത്തിയായ തുക കൈപ്പറ്റാവുന്നതാണ്. എന്നാൽ നിക്ഷേപത്തിന് ആദായനികുതി നിയമം 80C പ്രകാരമുള്ള നികുതി ഇളവുകൾ ലഭ്യമല്ല. 2026 ജനുവരി മുതൽ കിസാൻ വികാസ് പത്രയ്ക്ക് 7.5% പലിശ നിരക്ക്. ഇതിന്റെ പലിശ നിരക്ക് ഓരോ 3 മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കാറുണ്ട്. അതായത് 3 മാസം കൂടുമ്പോൾ ഈ സ്കീമിന്റെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതെ ഇരിക്കുകയോ ചെയ്യാറുണ്ട്. കുറച്ചു നാളുകളായി കേന്ദ്ര സർക്കാർ ഈ സ്കീമിന്റെ പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല. നിങ്ങൾ ഈ സ്കീമിൽ ചേരുമ്പോൾ ഏത് പലിശ നിരക്കാണോ നിലവിലുള്ളത് ആ പലിശ നിരക്കിൽ തന്നെയായിരിക്കും സ്കീം അവസാനിക്കുന്നതുവരെ നിങ്ങൾക്ക് ബാധകമാവുക. അതിനിടയിൽ ഉണ്ടാകുന്ന പലിശ നിരക്കിലെ മാറ്റങ്ങൾ നിങ്ങളുടെ നിക്ഷേപത്തെ ബാധിക്കുന്നതല്ല. വാർഷിക കോമ്പൗണ്ട് രീതിയിലാണ് ഇതിന്റെ പലിശ നിരക്ക് കൂടുന്നത്. ദീർഘകാല നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വിശ്വസനീയമായ ഒരു പദ്ധതിയാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതിന്റെ കൂടുതൽ അറിയിപ്പുകൾക്കായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ സന്ദർശിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.